ഹായ്. അങ്ങനെ ഞാൻ ഇന്നത്തെ വീഡിയോ പ്ലാൻ ചെയ്യുന്നത് വെച്ചാല് ഒരു ട്രാവൽ വ്ളോഗാണ്. കാരണം ഞങ്ങൾ ഇന്ന് ഏകദേശം പ്ലാൻ എന്ന് പറഞ്ഞാൽ 3 സ്റ്റേറ്റ് അങ്ങനെ കവർ ചെയ്യാം ഒരു ദിവസം കൊണ്ട്. അതും കൂടി ഒരു പ്ലാനാണ്. പിന്നെ ഇപ്പൊ ഞങ്ങള് കാലിക്കറ്റ് നിന്ന് തിരിച്ച് ഇപ്പൊ വയനാട് എത്താനായി. വയനാട് കഴിഞ്ഞിട്ട് നേരെ കർണാടക കയറും, ഗുണ്ടിൽപേട്ട്. അവിടുന്ന് നേരെ ഗൂഡല്ലൂര് തമിഴ്നാട്, പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് കേരളത്തിലോട്ട് തന്നെ. അങ്ങനെ ഏകദേശം നമ്മൾ 3 സ്റ്റേറ്റ് നമ്മൾ കവർ ചെയ്യും. അതാണ് ഇന്നത്തെ പ്ലാന്. അപ്പൊ നോക്കാം. അങ്ങനെ ഇവിടെ താമരശ്ശേരി ചുരം 9ാം വളവിലെത്തി. അവിടുത്തെ വ്യൂ പോയിന്റിലായപ്പോൾ കാരണം നമ്മളെപ്പോ വയനാട്ടിൽ വരികയാണെങ്കിലും ഒരു നിർത്തുന്ന സ്ഥലമായത്. കാരണം ഇവിടുത്തെ ഓരോ ദിവസത്തെ പിന്നെ ക്ലൈമറ്റും വേറെ ആയിരിക്കും. ഇപ്പൊ നല്ല രീതിയിൽ കോട ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഇനിയിപ്പോ ഇവിടെ നിർത്തുന്നില്ല. കാരണം പിന്നെ അത്യാവശ്യം പോവാനുണ്ട്. വി ഹാവ് ടു ലോങ് വേ ടു ഗോ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ പോവുകയാണ്. അങ്ങനെ നമ്മള് കോഴിക്കോട് ജില്ല വിടുകയാണ്. ഇവിടെ വയനാട്ടിലോട്ട് പ്രവേശിക്കുകയാണ്. അതിന്റെ ഗേറ്റിന്റെ അടുത്ത് എത്തി. ഇവിടെ ഏകദേശം അങ്ങനെ കോട ഇറങ്ങി വരുന്നുണ്ട്. അതിനെ കാണാൻ പറ്റും. അടിപൊളി. അങ്ങനെ നമ്മൾ കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് എത്തി. അങ്ങനെ നമ്മൾ വയനാട് ചുണ്ടയിലെത്തി. ഇതാണ് ഒരു ജംഗ്ഷൻ വരുന്നത്. നമ്മളൊരു ട്രയാങ്കിൾ ട്രിപ്പാണ്. ഇവിടുന്ന് ഇപ്പൊ ലെഫ്റ്റ് പോയിട്ട് ഈ ജംഗ്ഷൻ ഈ ലെഫ്റ്റ് പോയിട്ട് നമ്മൾ ഈ റൈറ്റ് ഈ വഴിക്കാണ് റിട്ടേൺ വരിക. ഇത് ലെഫ്റ്റ് എന്ന് പറയുന്നത് നേരെ ഗുണ്ടിൽപേട്ട, അവിടുന്ന് നേരെ ഗൂഡല്ലൂര്, അവിടെ നേരെ നമ്മൾ ഈ ചുണ്ടയിൽ ഈ ജംഗ്ഷനിലൊക്കെ വരിക. ഏകദേശം ഒരു ട്രയാങ്കിൾ ട്രിപ്പ് പോലെ വരിക. ബാക്കി നമുക്ക് കാണാം. പൈത്തിരി കൽപ്പറ്റ കഴിഞ്ഞ് ഇപ്പൊ മീനങ്ങാടി എത്തി. മീനങ്ങാടി എന്ന് പറഞ്ഞാല് ഞാനിവിടെ പോളിടെക്നിക് 3 വർഷം ഇവിടെ പഠിച്ചത്. കാരണം എനിക്ക് വയനാട്ടില് മീനങ്ങാടിയാണ് കുറച്ചുകൂടി കൂടുതലായിട്ട് പരിചയം. കാരണം 3 വർഷം ഇവിടെ തന്നെ ആയിരുന്നു. കാരണം ഒരുപാട് ഓർമ്മകളുണ്ട്. ഇവിടെ ഈ ബസ് സ്റ്റാൻഡും ഇവിടുത്തെ ചായയും കടിയും എല്ലാം അതൊക്കെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇവിടെ 3 വർഷം നിന്ന് പഠിച്ചതാണ്. ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡാണ് ഇത്. ഇതിന്റെ പുറത്ത് കുറെ ചായക്കടികളും അതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ മറക്കാനാവാത്ത ഓർമ്മകളായിട്ട് എൻ്റെ ഉള്ളിൽ തന്നെ കിടക്കട്ടെ. അങ്ങനെ മുത്തങ്ങ എത്തി. മുത്തങ്ങ ഫോറസ്റ്റിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ മൺസൂണില് ഭയങ്കര ഭംഗിയാണ്. ഫുള്ള് നല്ല ഗ്രീനറി ആയിരിക്കും ഫുള്ള്. അപ്പോൾ അതായത് റോഡ് കാണാൻ പറ്റും. നല്ല ഭംഗിയാണ്. ഇത് ഏകദേശം നമ്മള് സമ്മറിലൊക്കെ വരണ്ട് കിടക്കും, ഈ പച്ചപ്പൊന്നും ഇല്ലാതെ. അപ്പൊ എനിക്ക് ഏറ്റവും പേഴ്സണലി നല്ല ഇഷ്ടമുള്ള റൈഡ് എന്ന് പറഞ്ഞാൽ ഈ മൺസൂൺ സമയത്ത് ഇതിലൂടെ ഇങ്ങനെ പോകും. നല്ല ഭംഗിയാണ്. കേരള സ്റ്റേറ്റ് വിടാൻ പോവാം. കേരള സ്റ്റേറ്റ് വിട്ടത് കർണാടക സ്റ്റേറ്റിലോട്ട് പ്രവേശിക്കുകയാണ്. പിന്നെ നമ്മൾ ഇതുവരെ മുത്തങ്ങ ഫോറസ്റ്റിലൂടെ വന്നത്. ഇനി നമ്മൾ ബന്ദിപ്പൂർ ഫോറസ്റ്റിലോട്ട് കയറും. ഇത് ഈ ഫോറസ്റ്റിന്റെ ഇടയിലാണ് പിന്നെ ഈ ചെക്ക് പോസ്റ്റ് വരുന്നത്. ഐ മീൻ കർണാടക കേരള ബോർഡർ വരുന്നത്. അങ്ങനെ ബന്ദിപ്പൂർ ഫോറസ്റ്റിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടാണ് ഏറ്റവും കൂടുതൽ വൈൽഡ് ആനിമൽസും ബേർഡ്സും ഒക്കെ കാണാൻ പറ്റുന്നത്. നമ്മൾ ആന, മാന് അങ്ങനെയൊക്കെ വയലേതെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ അത്യാവശ്യം നല്ല ഭംഗിയാണ്. ഈ റൂട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഫോറസ്റ്റ് കഴിഞ്ഞ് ഇപ്പോൾ ഗുണ്ടിൽപേട്ടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി വ്യൂ, നല്ല റോഡും അടിപൊളി. ഇപ്പോൾ ഏകദേശം സൺഫ്ലവറിൻ്റെ ഒക്കെ സീസണാണ്. ഈ റോഡ് സൈഡിൽ ഇങ്ങനെ കാണാം സൺഫ്ലവറൊക്കെ ചെറുതായിട്ട്. ഇനി നമ്മൾ ഗുണ്ടിൽപേട്ട് എത്തിയിട്ട് അവിടുന്ന് റൈറ്റ് പോകണം.
റൈറ്റ് പോയിട്ട് നേരെ ഗൂഡല്ലൂർ ഏകദേശം അവിടെയാണ് ഈ കർണാടക തമിഴ്നാട് ബോർഡർ വരുന്നത്, അവിടെ ഫോറസ്റ്റിൽ. അത് അങ്ങനെ നമ്മൾ സൺഫ്ലവറിൻ്റെ അടുത്തെത്തി, ഗുണ്ടൽപേട്ട. അടിപൊളി, നല്ല രസമുണ്ട് ഇങ്ങനെ കാണാൻ. ഞാനന്ന് സൺഫ്ലവറിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇതിൻ്റെ സീസണാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ അടിപൊളിയായിട്ട് ഇങ്ങനെ കൂട്ട് നിൽക്കുന്ന കാണാം. ബാക്ക്ഗ്രൗണ്ട് കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ റൈറ്റാണ് ഗൂഡല്ലൂർക്ക് വരുന്നത്. പിന്നെ ഇവിടുത്തെ ലെഫ്റ്റ് മൈസൂർ, ബാംഗ്ലൂർ അങ്ങനെ പോകും. അങ്ങനെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഫോറസ്റ്റിലൂടെയുള്ള റൂട്ടാണ്. ഈ ജംഗ്ഷൻ നിങ്ങൾ കാണാം. ഇതാണ് ആ ജംഗ്ഷൻ. അങ്ങനെ ഗുണ്ടൽപേട്ടെന്ന് ഗൂഡല്ലൂർക്ക് പോകുന്നതായി ഒരു ഗോപാൽസ്വാമി ഹിൽസ് ഉണ്ട്. അത് ഒരു അടിപൊളി പ്ലേസാണ്. ഞാൻ മുന്നേ പോയിട്ടുണ്ട് അവിടെ. അങ്ങനെ അവിടെയും കൂടി വിസിറ്റ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചത്. ഇവിടുന്ന് റൈറ്റ് പോയിട്ട് ഞാൻ അവിടെ പോയിട്ട് കാണാം. ഇത് ഗോപാൽസ്വാമി ഹിൽസിലോട്ട് പോകുന്ന ഒരു റൂട്ടാണ്. അതിന് ഏകദേശം ഒരു 1.5 കിലോമീറ്ററൊക്കെ നമുക്ക് ഇവിടുന്ന് സ്ട്രൈറ്റ് കാണാൻ പറ്റും. അടിപൊളി. ഗോപാൽസ്വാമിയിലോട്ട് പിന്നെ നമ്മൾ യാത്ര തുടർന്നു. ആ റൂട്ടിൽ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അടിപൊളി, നല്ല രസമുണ്ട് ഇങ്ങനെ ഇതിലൂടെ ഡ്രൈവ് ചെയ്ത് പോകാനൊക്കെ. നല്ല വ്യൂ. അങ്ങനെ ഗോപാൽസ്വാമി ഹിൽസിൻ്റെ അവിടെ എത്തി. പക്ഷേ എന്താ വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് പ്രൈവറ്റ് വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇവരെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ വേണം അങ്ങോട്ടേക്ക് പോകാൻ. അത് ഏകദേശം അപ്പ് ആൻഡ് ഡൗൺ പെർ പേഴ്സണ് 30 റുപ്പീസാണെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് മുന്നേ വന്നപ്പോൾ അത്രയായിരുന്നു. എന്തായാലും അവിടെ പോയി നോക്കാം. ഇവിടുത്തെ ക്ലൈമറ്റ് ആയിരിക്കില്ല അവിടെ എന്താണ് ന്യൂനമർദ്ദം അങ്ങനെ എന്തോ കാരണം നല്ല കാറ്റും ചിലപ്പോൾ മഴ ഉണ്ടാവും, അല്ല നല്ല ഫോഗ് ഉണ്ടാവും. അങ്ങനെയാണ്. എന്നാലും ഇന്നത്തെ എന്താ നോക്കാം. അങ്ങനെ ഞങ്ങൾ ഇവിടെ എൻട്രൻസിലെത്തി. ഇനി ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം. ബാക്കിൽ കാണുന്ന പബ്ലിക് ട്രാൻസ്പോർട്ടിൽ വേണം മുകളിലോട്ട് പോകാൻ. പക്ഷേ പ്ലാസ്റ്റിക് ഐറ്റംസ് അങ്ങനത്തെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അതൊക്കെ ഇവിടെ കളയണം. അത്യാവശ്യം തിരക്കുണ്ട്. ഇവിടെ നിന്നാണ് ക്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ മുകളിലേക്ക് പോയി നോക്കാം ടിക്കറ്റ് എടുത്തിട്ട്. അങ്ങനെ കർണാടകൻ്റെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടേക്ക്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നല്ല വ്യൂ അങ്ങോട്ടേക്ക് പോകുന്നത്. അടിപൊളി. അങ്ങനെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ഇവിടെ എത്തി. ഇതാണ് ഗോപാൽസ്വാമി ടെമ്പിളാണത്. അതാണ് അതിൻ്റെ ഹില്ല്. ഏകദേശം ഞാൻ പറഞ്ഞ പോലെ നല്ല കാറ്റുണ്ട്. പിന്നെ സ്നോ ഇങ്ങനെ കയറി വരുന്നുണ്ട് അവിടെ നിന്നൊക്കെ അടിച്ച് കയറിയിട്ട്. ഏതായാലും നല്ല വ്യൂ. അടിപൊളി. ഓരോ പ്രാവശ്യം ഒന്നിനൊന്ന് വെച്ചായിരുന്നു. അടിപൊളി. ഇന്നും അതേപോലെ തന്നെ നല്ല കാറ്റും
ഹിൽസിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ഇവിടുന്ന് ഹൈവേയിലോട്ട് പോയിട്ട് അവിടുന്ന് നേരെ കൂടല്ലൂർ. അത് ആ ഫോറസ്റ്റ് കൂടെയുള്ള യാത്ര അടിപൊളിയാണ്. അത് കാണിച്ചത്. ഇനിയിപ്പോൾ ഏതായാലും ഇവിടെ നിൽക്കണില്ല. അങ്ങനെ നമ്മൾ വീണ്ടും ബന്ദിപ്പൂർ ഫോറസ്റ്റിലോട്ട് കയറുകയാണ്, കർണാടക. പിന്നെ ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ കർണാടക തമിഴ്നാട് ബോർഡർ വരുന്നത്. അത് ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ വന്ന ബന്ദിപ്പൂർ ഫോറസ്റ്റിന് തന്നെ ബാക്കിയാണ് ഇതും. പക്ഷെ രണ്ടും രണ്ട് റൂട്ടാണ്. അതാണ്. അപ്പോൾ ഫോറസ്റ്റിലോട്ട് കയറി. നല്ലൊരു മയിൽ സ്പോട്ടിൽ വീട്ടിലും ഇവിടെ 2 മയിലും അവിടെ കുറേ മാനുകളും. അടിപൊളി. ഫുഡ് കഴിച്ച് റെസ്റ്റ് എടുക്കാൻ തോന്നും. അങ്ങനെ നമ്മൾ ബന്ദിപ്പൂർ ഫോറസ്റ്റിലൂടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ കർണാടക തമിഴ്നാട് ബോർഡറാണ്. നമ്മൾ ഈ ഗേറ്റ് കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടായി. തമിഴ്നാട്ടിലെത്തുമ്പോൾ ഈ ഫോറസ്റ്റ് മുതുമലൈ എന്ന് പറഞ്ഞ ഫോറസ്റ്റ് ആവും. നമ്മൾ ഇതുവരെ ബന്ദിപ്പൂർ ആവുന്നത്. പിന്നെ അത് മുതുമലൈ ഫോറസ്റ്റ്. അങ്ങനെ കുരങ്ങന്മാർ കാർമല് എന്തോ കിട്ടുമോ നോക്കാൻ വേണ്ടി വന്നതാ. വടച്ച തമ്പുരാന്. ഇപ്പൊ നമ്മളിതാ തമിഴ്നാട് ഫോറസ്റ്റിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഗേറ്റ്. ഇവിടെ എന്തോ ഗ്രീൻ ടാക്സ് എന്ന് പറഞ്ഞിട്ട് എന്തോ പൈസയെ കൊടുക്കണം, എന്നാലേ ഇങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ മുതുമലൈ ഫോറസ്റ്റിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, തമിഴ്നാട്. അവിടെ കുറേ മാനുകളെയൊക്കെ കാണുന്നുണ്ട്. പിന്നെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് തമിഴ്നാടിൻ്റെ ഈ റൂട്ടാണ് കുറച്ചുകൂടി നല്ലത്, കർണാടകൻ്റെ അപേക്ഷിച്ചിട്ടുണ്ട്. അവിടെ മുന്നിലൊരു മയിലൊക്കെ കാണുന്നുണ്ട്. മയില എന്തായാലും നല്ല നല്ല ഭംഗിയുണ്ട്. മൺസൂൺ സമയത്ത് ഈ റൈഡ് അടിപൊളി. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി ഈ റോഡും ഈ കറവും. ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടുള്ളൊരു പ്ലേസാണ് തോന്നുന്നു. ഭയങ്കര ഫെമിലിയർ പോലെ. ഇവിടെ ഈ ഫോറസ്റ്റ് ഏതായാലും അടിപൊളി. കുറേ മാനുകൾ. അങ്ങനെ എങ്ങനെ ഒരു ആന സ്പോട്ട്, നല്ല കുമ്പൻ ആന. അങ്ങനെ കുറേ കാട്ടിപ്പോത്ത് സ്പോട്ടുകൾ. മുതുമലൈ ഫോറസ്റ്റും കഴിഞ്ഞ് ഒരു ചായ കുടിച്ച് ഇങ്ങനെ ഗൂഡല്ലൂരിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇനി അവിടുന്ന് നേരെ കേരളത്തിലോട്ട് തന്നെ. അപ്പോൾ നമ്മൾ കേരളത്തിൽ തുടങ്ങി കർണാടക കഴിഞ്ഞു, തമിഴ്നാട് കുറച്ച് കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ അതും കഴിയും. അങ്ങനെ പിന്നെ കേരളത്തിൽ. അങ്ങനെ ഗൂഡല്ലൂരിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഊട്ടി റോഡിന് അങ്ങനെ കയറിയതാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ മതി അവിടെ യൂക്കാലിൻ്റെ. ഏതായാലും അടിപൊളി. എപ്പോഴും കാണുമ്പോൾ ഒരു പുതുമ പോലെയാണ്. നൈസാണ്. ഇതിലൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ അടിപൊളി. അങ്ങനെ നമ്മൾ ഗൂഡല്ലൂരിൽ നിന്ന് വയനാട്ടിലെത്തി. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് നാട്ടിലോട്ട് പോവാം. അങ്ങനെ ഇതാണ് നമ്മുടെ ഡിന്നർ. ബട്ടർ നാൻ, റൊട്ടി, പിന്നെ ഹണി ചില്ലി അൽഫാം. വൺ ഡേ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഏകദേശം 3 സ്റ്റേറ്റ്, കേരള, കർണാടക, തമിഴ്നാട് അങ്ങനെ കറങ്ങി. ഇപ്പോൾ ഏകദേശം വീടെത്താനായി. ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ വീടെത്താനായി. പിന്നെ ഏതായാലും ഓവറോൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ പ്രതീക്ഷിക്കാണ്ട് കിട്ടിയതെന്ന് വെച്ചാൽ ആ ഗോപാൽസ്വാമി ഹിൽസ് അവിടെ അടിപൊളിയായിരുന്നു. പിന്നെ ആ മുതുമലൈ ബന്ദിപ്പൂർ കുറേ മൃഗങ്ങളെ കാണാൻ പറ്റി. എന്തായാലും മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. ഏകദേശം 12 മണിക്കൂറൊക്കെ എടുത്ത് ഈ വൺ ഡേ ട്രിപ്പ്. പിന്നെ അങ്ങനെ ഇനി ഏതെങ്കിലും ഇങ്ങനത്തെ വീഡിയോസിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.